നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായ ഒരു വിഷയമാണ് വോട്ട് ബൈ. ഇതൊരു സർവേ റിപ്പോർട്ടാണ്. ഈ സർവേ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ആടുമാഞ്ചിയിൽ നിന്ന് തട്ടിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് വന്നത് ജ്വല്ലറി തട്ടിപ്പ്, അൽ മുക്താദിന് അങ്ങനെ ഒരു ജ്വല്ലറി തട്ടിപ്പ്, പിന്നെ ബലീഡ് കമ്പനിയുടെ തട്ടിപ്പുകൾ വന്നു, മന്ത്രവാദ തട്ടിപ്പ് വന്നു. സത്യത്തിന് ഇത് ഒന്ന് വായിച്ചു നോക്കിയപ്പോഴേ ഇത് ഒരുമാതിരി ആളിനെ വിട്ടിയാക്കുന്ന, മനുഷ്യരെ വിട്ടിയാക്കുന്ന ഒരു റിപ്പോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതിൽ ഞാനൊരു സാമ്പത്തിക വിദഗ്ധൻ എന്ന് പറയുന്നില്ലെങ്കിലും എക്കണോമിക്സ് ലെംഫിലൊക്കെ ജോയിൻ ചെയ്യുന്നിടത്ത ഒരാൾ എന്നുള്ള നിലയിൽ ഈ ഇലക്ഷൻ പ്രവചനം എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു മേഖലയാണ്. സിഫോളജി എന്നാണ് ഇംഗ്ലീഷിൽ. അതുപോലെ ഞാനൊക്കെ ശരിക്കും ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുള്ളത് കാരണം വെച്ചാൽ അത് ആളുകൾ ശ്രദ്ധിക്കുമല്ലോ. കാരണം ഇലക്ഷന് മുമ്പ് എന്താണ് ഇലക്ഷൻ റിസൾട്ട് എന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി അറൗസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആരാണ് ജയിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഞാനൊക്കെ പതിറ്റാണ്ടുകളായി ശ്രദ്ധിച്ചു പോകുന്ന ഒരു സ്ഥാപനവും ഒരു വ്യക്തിയുമുണ്ട്. അവരെ ആ സ്ഥാപനത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചും പറയാൻ നമുക്ക് പോകാൻ പറ്റില്ല. ആ സ്ഥാപനത്തിൻ്റെ പേരാണ് സെൻറ്റർ ഫോർ ഡെവലപ്പിംഗ് സൊസൈറ്റീസ്. അതിൻ്റെ ആ സർവേ ചെയ്തിരുന്ന ആളുടെ പേരാണ് യോഗേന്ദ്ര യാദവ്. യോഗേന്ദ്ര യാദവ് എനിക്ക് തോന്നുന്നു ഒരു 8-10 കേന്ദ്ര ഇലക്ഷനുകൾ അയാൾ പ്രവചിച്ചിട്ടുണ്ട്. ശരിക്കും തെറ്റും ശരിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരുപാട് സ്റ്റേറ്റ് ഇലക്ഷൻസും അയാൾ പ്രവചിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ 2 ഘടകങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇത് വളരെ സയൻറ്റിഫിക് ആയിട്ടായിരിക്കണം ഇതിൻ്റെ ഒരു സാമ്പിളിങ് എന്ന് പറയുന്നത്. കാരണം ഇപ്പം പിന്നെ ഈ സാമ്പിളുകളോടാണല്ലോ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ആ സാമ്പിള് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ആകണം. ഇപ്പോൾ മത്സ്യമേഖലയുടെ വിഷയങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കശുവണ്ടി മേഖല പോയി സർവേ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ നമ്മൾ സാമ്പിളിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യണം. അതിന് പലതരത്തിലുള്ള സാമ്പിളിംഗ് ഉണ്ട്. റാൻഡം സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ്. റാൻഡം എന്ന് പറഞ്ഞാൽ അറ്റ് റാൻഡം നിങ്ങൾ 5, 10, 15 നമ്മൾ. മറ്റേത് സ്ട്രാറ്റിഫൈഡ് എന്ന് വെച്ചാൽ ഓരോ മേഖലയിൽ നിന്നും. അപ്പോൾ അത്രയ്ക്ക് വളരെ ശാസ്ത്രീയമാണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ലീഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഇപ്പോൾ ഗോപകുമാറിൻ്റെ ഭാര്യയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീഡിങ് ആണ്. മനസ്സിലാവും? അങ്ങനത്തെ ചോദ്യം ആവാൻ പാടില്ല. ആളുകളുടെ മനസ്സിലുള്ള അഭിപ്രായം എന്താണെന്ന് നിഷ്പക്ഷമായി എടുക്കുന്ന ചോദ്യങ്ങളായിരിക്കണം. മനസ്സിലായി? അപ്പോൾ അതൊക്കെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് യോഗേന്ദ്ര യാദവ്. എന്ന് മാത്രമല്ല അയാൾ ആളുകളുടെ മൂഡ് അറിയാനായിട്ട് വ്യാപകമായിട്ട് യാത്ര ചെയ്യുക, ഗ്രാമീണ മേഖലകളിൽ പോവുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന ഒരാളാണ്. അയാൾ മിക്കവാറും പെർഫെക്റ്റായിട്ട് എനിക്കൊന്നൊരു 8-10 തവണയെങ്കിലും ഞാൻ അയാളുടെ സ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട്. കേന്ദ്ര ഇലക്ഷനൊക്കെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് അയാൾ പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഏറ്റവും തരംതാണ ഒരു ശാസ്ത്രീയതയും തൊട്ട് തീണ്ടാത്ത മെറ്റീരിയലുകളാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഈ സർവേയുടെ കാര്യം തന്നെ നമ്മൾ എടുക്കുക. ഇതിനകത്ത് NDTVക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ വന്നത് എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം. അതിനേക്കാളൊക്കെ ഉപരി VD സതീശനാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള, അതിനാണ് കൂടുതൽ ഒരു ട്രാക്ഷൻ കിട്ടിയത്. എല്ലാ മാധ്യമങ്ങളിലും എല്ലാ ചാനലുകളിലും എടുത്ത് ഭയങ്കര വാർത്തയായിരുന്നു. 22% അയാൾക്ക്, 18% പിണറായി വിജയന് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ഒരു സർവേയാണ്. ഈ സർവേക്കകത്ത് ഞാനെടുത്ത് നോക്കിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ഈ സർവേയുടെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ 1419 പേരാണ്. ആലോചിച്ച് കേരളത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ 2.5 കോടി പേരാണ് വോട്ട് ചെയ്തത്. മിനിമം ഒരു 10,000 സാമ്പിളെങ്കിലും വേണ്ടേ? അത് തന്നെ വളരെ കുറവാണ്. എന്നാൽ ഒരു 10,000 വേണ്ടേ? ആ 10,000 പകരം 1419 പേരുടെ ഒരു സർവേ റിപ്പോർട്ട് കാണുമ്പോൾ ഞാൻ പറയുന്നത് സതീശൻ തന്നെ അത് ചവിട്ടുകൊട്ടയിൽ എടുത്ത് കളയേണ്ട സാധനമാണ്. സതീശൻ മിനിമം ഒരു LLB ഒക്കെ ഉള്ള ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു അഡ്വക്കേറ്റാണല്ലോ.
അയാളെങ്കിലും ഇത് കാണുമ്പോൾ ഇത് 1419 പേരുടെ സർവേ, എന്തൊരു സർവേ നമ്മൾ വലിച്ചെറിയേണ്ടതായിരുന്നു. എന്നിട്ട് ആ 1419 പേരുടെ സർവേയിൽ 22% പിന്നെ അദ്ദേഹത്തെ ശുപാർശ ചെയ്തിട്ടുള്ളത്. അപ്പം 1419 22 പേരെന്ന് പറഞ്ഞാൽ 22% 10-300 പേര്. അപ്പോൾ ഫലത്തിൽ ഏതാണ്ടൊരു 300 ആളുകളാണ് അയാളെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊന്നും നോക്കാതെ ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥ പറഞ്ഞാൽ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും അല്ലാത്തവരൊക്കെ കൂടെ ചേർന്നിട്ട് ആ 22% പേര് ഇയാളെ മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് തൊണ്ട തൊടാതെ കൊടുക്കുന്ന ഒരു ദയനീയമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പം ഇതിനകത്ത് നിലനിൽക്കുന്നത്. മത്സരരംഗത്ത് നിൽക്കുന്ന കാര്യം പറയുമ്പോഴേ ഏതോ ഒരു തട്ടിക്കൂട്ടി സർവേ വന്നു. ഈ സർവേയുടെ ഇത് മുഴുവൻ ഞാൻ വായിച്ചതാണ്. കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഈ സർവേയിൽ പെടുത്തിയിട്ടില്ല. ഷാജാൻ പറഞ്ഞ പോലെ തന്നെ ചോദ്യം ചോദിക്കുമ്പോഴേ ലീഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. വളരെ നമ്മുടെ ഇവിടുത്തെ പിന്നെ ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് ചോദ്യം ഞാൻ ചെയ്തത് കണ്ടില്ല. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇവർ ജനറലായിട്ട് കുറേ കാര്യം പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ കുറിച്ച് പറഞ്ഞു. യോഗേന്ദ്ര യാദവിൻ്റെ ഒരു ടീമുണ്ട്. അദ്ദേഹം നടത്തിയിരിക്കുന്ന പല പ്രഡിക്ഷൻസും തെറ്റായിട്ടുമുണ്ട്, ശരിയായിട്ടുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യോഗേന്ദ്ര യാദവിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് ഒരു ആൻറ്റി BJP സ്റ്റാൻഡാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സർവേയിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സർവേയിൽ ഇത് പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് അല്ല, പക്ഷേ ഞാൻ പറയുന്നത് അയാളൊരു പ്രോ BJP ആണെങ്കിൽ പോലും പ്രോ BJP ആയി ഇരിക്കുമ്പോഴും BJPക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അയാൾ മടിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ലാതെ 2012 TVR ഷേണായി നടത്തിയ ഒരു TVR ഷേണായി എഴുതിയ ഒരു ലേഖനം, TVR ഷേണായി മാത്രം അദ്ദേഹം ഇന്ത്യ മുഴുവൻ വ്യാപകമായി സഞ്ചരിച്ചു. പല ഗ്രാമങ്ങളിലും പോയി താമസിച്ചു, ആളുകളുമായിട്ട് സംസാരിച്ചു. ഈ സർവേ ഒന്നുമല്ല, അദ്ദേഹം നേരിട്ട് കളക്ട് ചെയ്യുന്ന ചില വിവരങ്ങളാണ്. അത് കഴിഞ്ഞ് 2012 ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്ന് മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹത്തിന് അടിവരയിട്ട് പറയുന്നുണ്ട്, 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരും, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും. സത്യത്തിന് ഇത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എന്താണ് TVR ഷേണായിക്ക് പറ്റിയത്? TVR ഷേണായിയെ ഞാനൊരു കാലത്ത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വായനക്കാരനായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം യുദ്ധസമയത്തൊക്കെ TVR ഷേണായുടെ ലേഖനങ്ങൾ മനോരമയിൽ വരുമായിരുന്നു. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് നമ്മുടെ ടെലിവിഷനിൽ യുദ്ധം കാണിക്കുന്നതിനേക്കാളും മനോഹരമായിട്ടാണ് TVR ഷേണായുടെ ലേഖനം വായിച്ചത്. ഗംഭീരമായിട്ട് എഴുതുന്ന അസാധാരണമായ ഒരു സ്കില്ലുള്ള ഒരു പത്രപ്രവർത്തകനായിരുന്നു ഷേണായി. അതിനകത്ത് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അന്ന് സത്യത്തിന് ഞാൻ തിരിച്ചു, ഷേണായി എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, അതിനൊരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ഷേണായി ഇരിക്കുമ്പം ഏതോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ പയ്യന് ഷേണായി BJPയുടെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഷേണായി BJPക്കാരനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ തമാശയായിട്ട് പറഞ്ഞു. അദ്ദേഹം മഹാരാജ് കോളേജിൽ KSUവിൻ്റെ പ്രവർത്തകനായിരുന്നു. അന്ന് അദ്ദേഹത്തിന് എതിരായിട്ട് നിന്ന കോളേജിൽ മത്സരിച്ച ആണ് പിന്നീട് അദ്ദേഹം വിവാഹം കഴിച്ചതും. വയലാർ രവിയും അതുപോലെ തന്നെ AK ആൻ്റണിയും ഒക്കെയായി വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്ന കടുത്ത കോൺഗ്രസ്സുകാരനാണ് താനെന്ന് അദ്ദേഹം സന്ദർഭവശാൽ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ TVR ഷേണായി എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയ പര്യടനത്തിൽ അദ്ദേഹം കണ്ടെത്തിയത് പിന്നീട് ശരിയായി വന്നു. അതിനകത്ത് ഇത് ഇത്രയൊന്നും ബഹളങ്ങളൊന്നും കാണിച്ചില്ല. പക്ഷേ ഈ സർവേ റിപ്പോർട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതാർക്കോ വേണ്ടി ചെയ്ത ഒരു സ്റ്റേജ് മാനേജർ പ്രോഗ്രാമായിട്ടാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് യോജിപ്പാണ്. ഇവിടെ അതിനകത്ത് ഏറ്റവും സെൻസിറ്റീവായിട്ട് വന്നത് മുഖ്യമന്ത്രിയുടെ കുറിച്ചാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇവർ ചെയ്യുന്ന ഒരു ഭാഗം അതുമാത്രം നമ്മൾ എടുത്താൽ അതിനകത്ത് പറയുന്നത് പിണറായി വിജയന് 18%, KK ശൈലജയ്ക്ക് 16%, MA ബേബിക്ക് 1.4%. MA ബേബി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരും വരുമെന്ന് കമ്മ്യൂണിസ്റ്റുകാരും കരുതുന്നില്ല, ആരും കരുതുന്നില്ല. MA ബേബി പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഇവിടെ അദ്ദേഹം ഒരു ഫിഗർ അല്ല, അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് അല്ല അതിന്. പിന്നെ വന്നിരിക്കുന്നത് ശശി തരൂർ 9.8%. KC വേണുഗോപാൽ പാർലമെൻറ്റിലാണ്. പിന്നെ അദ്ദേഹം പരിപാലിക്കുന്ന പ്രതീക്ഷിച്ചായിരിക്കും 6.4% കൊടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന് 14.7%, VD സതീശന് 22.4%, K സുരേന്ദ്രന് 2%. K സുരേന്ദ്രൻ ഇവിടെ എന്താ കാര്യം? K സുരേന്ദ്രൻ ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെങ്കിലും സുരേന്ദ്രനെ പരിഗണിക്കുന്നില്ല. പിന്നെ അങ്ങനെ സർവേക്കാരൻ അതിലിപ്പോൾ ഓവർ പറഞ്ഞതിനകത്ത് നമ്മളൊരു അതൊരു 2-3 തന്നെ കാണണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ CPM-ൻ്റെ എടുത്താൽ CPM-നകത്ത് പിണറായി വിജയനും KK ശൈലജയും ബേബി. അതിൽ ബേബി ആദ്യത്തെ റൗണ്ടിൽ തന്നെ, കാരണം ബേബി ദേശീയ സെക്രട്ടറിയാണ്. ശൈലജയെ പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പിണറായി വിജയനെ അവർ വളരെ കാലേക്കൂട്ടി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയായിട്ട് കാലേക്കൂട്ടി പിണറായി വിജയനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ
ശൈലജ എന്ന് പറയുന്നതിനകത്ത് ഒരു യുക്തിയില്ല. അതൊരു വശം. ഇനി കോൺഗ്രസിലേക്ക് നമ്മളൊന്ന് ഞാനത് 3 പേരുടെ പേരാണ് പറയുന്നത്. അതിൽ 2 പേര് എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം കെ സി വേണുഗോപാൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശശി തരൂരാണെങ്കിൽ നമുക്കറിയാമല്ലോ, അയാൾ എപ്പോഴാണ് BJP പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ അവിടെയുള്ള ഗ്ലെയറിംഗ് ആയിട്ടുള്ളൊരു ഒമിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അയാളുടെ പേരെങ്കിലും വരണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ 5-6% കൊടുത്ത് അവിടെ താഴ്ത്തി കെട്ടി അവിടെ ഇട്ടോ, എന്നാൽ കുഴപ്പമില്ല. പക്ഷേ അയാളുടെ പേര് കൊടുക്കാത്തതിൻ്റെ യുക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരിടത്ത് പറഞ്ഞതുപോലെ അയാളുടെ പേര് കാണുന്നത് തന്നെ ഈ സർവേയുടെ പുറകിൽ നിന്ന് കളിച്ച കറുത്ത കരങ്ങൾക്ക് ചതുർത്ഥി ആയിരുന്നോ എന്നുള്ളൊരു സംശയമാണ് നമുക്കിപ്പോൾ ഉണ്ടാകുന്നത്. അല്ല ഞാൻ പറഞ്ഞ അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ലേ നമുക്കതിനകത്ത് നിന്ന് നമുക്ക് അത്തരമൊരു നിരീക്ഷണത്തിലല്ലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം രമേശ് ചെന്നിത്തല എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. 2, ഇപ്പോൾ ഉള്ളതിൽ വെച്ച് അയാൾക്ക് മുഖ്യമന്ത്രി ആയാലും ഇല്ലെങ്കിലും ഏറ്റവും സീനിയർ ആയിട്ടുള്ളതും ഏറ്റവും യോഗ്യതയുള്ളതും പല കാരണങ്ങൾ കൊണ്ട് യോഗ്യതയുള്ളതും അയാളാണ്. സ്വാഭാവികമായും ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ CPM കാര്യം പറയുമ്പോൾ CPM ദേശീയ സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയെ പോലും ചേർക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ തന്നെ രംഗത്തുള്ള ആളുടെ പേര് പോലും നിങ്ങൾ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് സെൻസാണ് ആ സർവേക്കുള്ളത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇനി BJPയിലേക്ക് വരിക. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല. കാരണം BJP ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു നരേന്ദ്രമോദി പോലും പറയുന്നില്ല. അതൊരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞത് ഒരു ആർഗ്യുമെൻ്റ് അല്ല, അതൊരു ഫാക്റ്റാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അവിടെയും 2 പേരുടെ പേര് കൊടുത്തിട്ട് അതിലൊരാൾക്ക് 14%. അപ്പം ഒരു കാരണവശാലും ഇത്തവണ അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പുള്ള ഒരു പാർട്ടിയുടെ നേതാവിന് 14% ആളുകൾ പിന്നെ അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ആരെ വിശ്വസിപ്പിക്കും? ഇനി ഗോകുമാർ പറഞ്ഞ പോലെ സുരേന്ദ്രനും ചെറിയ ശതമാനം കൊടുത്തു, മനസ്സിലായി. അപ്പോൾ ഇത് കാണിക്കുന്നത് ബേസിക്കലി ഇതൊരു മോട്ടിവേറ്റഡ് സാധനമാണ് എന്നുള്ളതാണ്. അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്കിതിനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എക്സർസൈസാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഗോകുമാർ അതിൻ്റെ ഫസ്റ്റ് പേജ് നോക്കിയാൽ ഒരു കാര്യം കാണാം. എന്താണെന്ന് ചോദിച്ചാൽ കേരള ഇലക്ഷൻസ് 2026 റൗണ്ട് 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഓരോ റൗണ്ടിലൂടെയും ജനങ്ങളുടെ മനസ്സിലേക്ക് സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു ഒരു ബോധ്യം കയറ്റി വിടാനുള്ള ഒരു ലാർജർ എക്സർസൈസിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് ഇപ്പം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇത് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അൺഫോർച്ചുനേറ്റ്ലി ഇത് അവർക്ക് തിരിഞ്ഞ് ബൂമറാങ്ങി പോലെ അടിച്ചിരിക്കുകയാണ് എന്നാണ് നമ്മളിതിനകത്ത് മനസ്സിലാക്കുന്നത്. എനിക്കിതിനകത്ത് മനസ്സിലായി, ഞാൻ പ്രത്യേകിച്ച് ഒരു ഇക്കോണമിസ്റ്റ് എന്നുള്ള നിലയിൽ കൂടെ ഞാൻ പറയുന്നത്, ഇത്ര ഒരു ഈ വിശ്വാസയോഗ്യമല്ലാതെ എങ്ങനെയാണ് ഇതുപോലൊരു സർവേ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം 1419 എന്ന് പറയുന്നു. ഇത് എഴുതി വെച്ചില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നമുക്കറിയില്ലല്ലോ എത്രയാണെന്നുള്ളത്. ഇത് എഴുതി വയ്ക്കുകയും ഇത് 1419 എന്നും പറഞ്ഞ് എഴുതി വെക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ചെയ്തത് വെറും മരപ്പൊട്ടന്മാരാണെന്ന് അല്ല ഇതിനകത്ത് വരുന്നത്. ഇനി ശാസ്ത്രീയമായിട്ടുള്ള ഇതുപോലുള്ള സർവേകളിലുണ്ടല്ലോ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ മെത്തഡോളജി ആയിരിക്കും. ഞങ്ങൾ ഇന്ന സാമ്പിൾസാണ് എടുത്തത്, ഞങ്ങൾ ഇന്ന റാൻഡം സാമ്പിൾ എടുത്തു, ഞങ്ങൾ ഇന്ന സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ് എടുത്തു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ് വേണം പല ലെവലിൽ നോക്കിയാൽ. കാരണം മതപരമായിട്ട് നോക്കിയാൽ സ്ട്രാറ്റിഫിക്കേഷൻ വേണം, ഒക്കുപ്പേഷൻ വൈസ് നോക്കിയാൽ സ്ട്രാറ്റിഫിക്കേഷൻ വേണം, പിന്നെ ജെൻഡർ വൈസ് നോക്കിയാൽ സ്ട്രാറ്റിഫിക്കേഷൻ വരണം, ഏജ് വൈസ് നോക്കിയാൽ സ്ട്രാറ്റിഫിക്കേഷൻ വരണം. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നിട്ട് ശാസ്ത്രീയമായിട്ടുള്ള സാധനമാണെങ്കിൽ അതിനകത്തൊരു മെത്തഡോളജി എന്ന് പറഞ്ഞൊരു സെക്ഷനെങ്കിലും കാണും. ഞാൻ പറഞ്ഞാൽ ഇനി അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും എന്നെയും ഗോകുമാറിനെങ്കിലും പറ്റിക്കാനാണെങ്കിലും ഒരു മെത്തഡോളജിയിൽ ഒരു സെക്ഷൻ ഇതിനകത്ത് വേണ്ടായിരുന്നു. അതൊരു വശം. 2, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ
ഈ ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ വിലക്കയറ്റം, അഴിമതി, തൊഴിലില്ലായ്മ. വിലക്കയറ്റ, അഴിമതി, തൊഴിലില്ലായ്മ. ഈ വിലക്കയറ്റ, അഴിമതി, തൊഴിലില്ലായ്മ എന്ന് പറയുന്നൊരു പരമ്പരാഗത ചോദ്യമാണത്. പക്ഷേ അതാണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ? ഞാനൊരു സർവേ ചെയ്താൽ കേരളത്തിൽ ജനങ്ങളോട് ചോദിക്കേണ്ട തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇതൊക്കെയാണോ? ഇത് 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 ഉൾപ്പെടുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇത് ഉൾപ്പെടുത്തും. പക്ഷേ ഇതല്ലല്ലോ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാൻ മേലാത്ത ഏതോ ഒരു സെറ്റുകാരെ വിളിച്ചിട്ട് അവരുടെ കയ്യിലൊരു തുക വെച്ച് കൊടുത്തിട്ട് അവരോട് ഇന്ന റിസൾട്ട് വരണം എന്ന് ആദ്യം തന്നെ പറയിച്ച് ഇങ്ങോട്ട് ചെയ്തെടുത്ത ഒരു സാധനമാണ് ഇത് എന്നുള്ളത് ഇത് വായിക്കുന്ന തലയ്ക്ക് വെളിയുള്ള ആർക്കും മനസ്സിലാകും എന്ന് നമ്മൾ മനസ്സിലാകും. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ഈ പറഞ്ഞ പോലെ തലയ്ക്ക് വെളിവില്ലാത്ത മാധ്യമങ്ങളായതുകൊണ്ട് അവരിത് തൊണ്ടോടാതെ അങ്ങ് വിഴുങ്ങി. ഇത് വായിച്ചു നോക്കിയപ്പോഴേ ഒരു സാധാരണക്കാരൻ നിലയിൽ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒഴിവാക്കപ്പെട്ട പേര്, അതായത് കേരള രാഷ്ട്രീയം സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരാളുടെ പേരാണ് രമേശ് ചെന്നിത്തല. വളരെ സജീവമാണ്. കോൺഗ്രസിൻ്റെ അകത്ത് വരുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ജനങ്ങൾ പൊതുവെ കാണുന്ന ആളുകളിൽ ഒരാൾ തീർച്ചയായിട്ടും രമേശാണ്. പിന്നെ അവർ കോൺഗ്രസ്സുകാർ കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നിയ കാര്യം, ഈ റൗണ്ട് നമ്പർ 1 ഒന്നാമത്തെ റൗണ്ടിൽ ഇവർ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഒമിഷൻ നടത്തി, ഒരു ഡെലിബറേറ്റ് ഒമിഷൻ. അപ്പോൾ രമേശ് ചെന്നിത്തല ചിത്രത്തിലില്ല എന്ന് വരുത്തി തീർക്കാൻ വളരെ ഡെലിബറേറ്റ് ആയിട്ട് നടത്തിയ ഒരു സർവേ ആയിട്ടാണ് പ്രഥമ ദൃഷ്ടിയ എനിക്ക് തോന്നുന്നത്. അല്ല, അത് വളരെ ക്ലിയറാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങളെങ്കിലും അറിയാവുന്നവർ അവർക്ക് ഇയാളെ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത്, ഇയാളെ ഒഴിവാക്കാനുള്ള യുക്തി എന്ത്? എന്തിനാണ് ഇയാളെ ഒഴിവാക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇതിനേക്കാളും നല്ലത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഉൾപ്പെടുത്തിയിട്ട് അയാൾക്ക് ഒരു 5-6% കൊടുത്താൽ കുറച്ചുകൂടി ഒരു സെൻസ് അതിനകത്ത് വന്നേനെ. പക്ഷേ രമേശിൻ്റെ പേര് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രമേശ് വളരെ പുറകിലാണ് എന്നീ സർവേയിൽ കാണിച്ചാൽ അതിനെതിരെ ശക്തമായ വികാരം വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അത് ആ വികാരം വന്നാലും വന്നില്ലെങ്കിലും അയാളെ ഉൾപ്പെടുത്താത്തതിന് ഒരു ന്യായീകരണവുമില്ല. നിങ്ങൾ എന്ത് ന്യായീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അയാളെ ഉൾപ്പെടുത്താതിരുന്നത്? അപ്പം അതിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു വശത്ത് അയാളെ ഒഴിവാക്കുകയും മറുവശത്ത് CPM-ൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. BJP-യുടെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് 14% കൊടുക്കുന്നു. ഇനി ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞ പോലെ എല്ലാവരും എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ അട്ടയെ പറിച്ച് കളയുന്ന പോലെ പറിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് 18% കൊടുത്തിരിക്കുന്നു. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ VD സതീശൻ്റെ 4% പുറകിലുണ്ട് ഇപ്പോഴും എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനും എന്ത് യുക്തിയാണുള്ളത്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് യഥാർത്ഥത്തിൽ സതീശന് ഇതിനകത്ത് എന്തെങ്കിലും റോൾ ഇതിനകത്തുണ്ടെങ്കിൽ സതീശന് ഒരു ബോധവും ഇല്ലെന്ന് നമ്മൾ പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ സതീശനുണ്ടല്ലോ ഇതുപോലുള്ള പൊട്ടത്തരം സർവേകളിലൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ മുഖ്യമന്ത്രിയാണോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പാർട്ടി തീരുമാനിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതുപോലുള്ള സർവേകൾ വന്ന് എന്നെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചാൽ പോലും എൻ്റെ പാർട്ടി അതുകൊണ്ടൊന്നും എന്നെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു കോമൺ സെൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ സ്ഥാനത്തിനൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, അയാൾക്കൊരു സാമാന്യ ബോധം ഉണ്ടായിരുന്ന അയാൾ പറയേണ്ടിരുന്നത് എന്താ? എന്തുകൊണ്ട് ഇതിനകത്ത് രമേശ് ചെന്നിത്തല ഉൾപ്പെടുത്തിയിട്ടില്ല? രമേശ് ചെന്നിത്തല ഒരു സീനിയർ നേതാവല്ലേ? രമേശ് ചെന്നിത്തല ഇതിനകത്ത് എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുകയല്ലേ അയാൾ വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ ഒരു ബൗദ്ധിക നിലവാരമൊക്കെയാണ് ഇതിനകത്തുനിന്ന് പ്രതിഫലിക്കുന്നത്. അത് സതീശൻ്റെ ബൗദ്ധിക നിലവാരമാണോ? രമേശ് ചെന്നിത്തലയെ ബോധപൂർവം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദവിയിൽ നിന്നും സ്ഥാനത്തിൽ നിന്നും വളരെ ബോധപൂർവം ഒഴിച്ചു നിർത്താൻ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കുറ്റം പറയുന്നത് അല്ല, അതിലെനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫലത്തിൽ ഇത്തരം സാധനങ്ങൾ സതീശന് നെഗറ്റീവായിട്ട് വരും. കാരണം രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇതുപോലുള്ള സർവേയൊക്കെ ചെയ്ത് തലയ്ക്കുള്ളിയുള്ളവന്മാർ അവിടെ ഇരിപ്പുണ്ട്. അവർക്ക് ഇതിൻ്റെ
മനസ്സിലായില്ല. അവർ ഈ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് അധികം സാധനങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിനുള്ള ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. ആ ആളുകൾ എടുത്ത് നോക്കിയിട്ട് ഈ ലാസ്റ്റ് പേജ് കണ്ടാൽ തന്നെ ഇത് ചവിട്ടോട്ടിലോട്ട് തള്ളും. അത് കാണുന്ന ആളുകൾക്ക് ഇത് സംഘടിതമായി അയൽക്കൊണ്ട് നടന്ന ക്യാമ്പയിനാണെന്ന് നമ്മളെക്കാളും പെട്ടെന്ന് അവർക്ക് ബോധ്യമാവും. അതുകൊണ്ട് ഇത് സതീശന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടെന്നും അയാൾക്ക് അത് നെഗറ്റീവായി കഴിഞ്ഞു എന്നുമാണ് ഞാൻ ഇപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾ മനഃപൂർവ്വം ചെയ്യുന്ന പണിയാണിത് എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഒന്നും കൂടുതൽ അറിയണ്ട, ഇത് ഈ സാമ്പിൾ സൈസ് മാത്രം നോക്കിയാൽ അലിപ്പറ്റ് നേരത്തെ തന്നെ ഒരാളുണ്ടായിരുന്നല്ലോ, പ്രശാന്ത് കിഷോർ. പ്രശാന്ത് കിഷോർ ആയിരുന്നല്ലോ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നത്. അത് വളരെ മുമ്പ്. ഇപ്പം കനകയിലു ഒരാളുണ്ട്. അവരും അവരുടേതായ രീതിയിൽ ചില വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അല്ല, ഇനി കനകോലു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ സതീശന് ഇത് ഭയങ്കര നെഗറ്റീവ്. ശരിക്കും സതീശന് ഇതിനെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ സതീശൻ്റെ സ്റ്റേച്ചറച്ചോട് കൂടിയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ അയാളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പത്രസമ്മേളനം നടത്തുമ്പോൾ ചീത്ത വിളിയാണ്. ഇതിനകത്തൊക്കെ ഒരു പ്രശ്നം എന്താ യഥാർത്ഥത്തിൽ? ഇന്ന് പഴയ പോലുള്ളൊരു മീഡിയ അല്ല, വളരെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ളൊരു മീഡിയ എന്നുള്ളത്. എന്തും ചോദിക്കാവുന്ന തലയ്ക്ക് വെളിയില്ലാത്ത കുറേ പിള്ളേരാണ് ഇന്ന് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. സ്വാഭാവികമായി അവർ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കും. അതിനകത്ത് ഈ മരമുറിക്കാരൻ്റെ ചാനലുണ്ടാവും, അതിനകത്ത് കൈരളി ചാനലുണ്ടാവും. അവൻ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അവനോട് തിരിച്ച് പ്രൊവോക്ക് ചെയ്യലാണോ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്? അതിനകത്ത് വരുന്ന പ്രശ്നം എന്നറിയോ ഗോവർ? ഇപ്പോൾ സതീശൻ എന്ന് പറഞ്ഞാൽ സതീശനെ മാത്രമല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. സതീശൻ റെപ്രസെൻറ്റ്സ് ദി ഒഫീഷ്യൽ ഒപ്പോസിഷൻ പാർട്ടീസ് ഓഫ് കേരള. അപ്പോൾ സതീശൻ പറയുമ്പോൾ സതീശൻ കുഞ്ഞാലിക്കുട്ടിയെയും സതീശൻ ഷിബു ബേബി ജോണിനെയും അവരെല്ലാവരെയും കൂടെ പ്രതികരിച്ചാണ് സതീശൻ അവിടെ പോയിരിക്കുന്നത്. സതീശൻ്റെ വാദഗതികളെ എതിർക്കുന്നവർ വരും അവിടെ. അവരോട് നിങ്ങൾ അരകൻ്റാവുകയല്ല ചെയ്യേണ്ടത്. അവരെ പറഞ്ഞ് എന്നോടൊന്നും ചോദിക്കണ്ട, ഇന്നും അയാൾ തട്ടിക്കയറുകയാണ് അവർ. മനസ്സിലായോ? അപ്പം ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു ഇമേജ് എന്താ? ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടില്ല രമേശ് ചെന്നിത്തല. ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ അയാളൊരു പത്രക്കാരനോട് പ്രകോപനമായി പെരുമാറുന്ന കണ്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടാണല്ലോ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് ഏറ്റവും പ്രൊവോക്കേറ്റീവായിട്ട് മാധ്യമങ്ങൾ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എവിടെയെങ്കിലും ഇതുപോലെ അരകൻ്റായി പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. ഇനി അബിൻ വർക്കി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞാൽ. അവനോട് ഈ മരമുറിക്കാരൻ തറലി പ്രൊവോക്കേറ്റീവായിട്ട് ചോദിക്കുന്നു. ആ പ്രൊവോക്കേറ്റീവായിട്ട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അവനെ അടിച്ചിരുത്തുന്ന മറുപടി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനുള്ള അബിൻ വർക്കി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുള്ള ഒരു സമചിത്തത പോലും ഇയാൾക്കില്ല. ഇയാൾ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എല്ലാ ദിവസവും പത്രക്കാരോട് അടിയായിരിക്കും. ഇനി അയാൾ വേറൊരു കാര്യം അടുത്ത കാലത്ത് ചെയ്തു. അയാൾക്കെതിരെ എന്തോ അന്വേഷണം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു. അയാൾ എന്ത് ചെയ്യുന്നറിയോ? അയാൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെയൊക്കെ വലിയ ഫ്ലെക്സ് ബോർഡ് കൊണ്ടുവന്നിച്ചിട്ട് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക്. കണ്ടോന്നറിയില്ല, ഇങ്ങനെ കൈയും വെച്ചു. നമ്മൾ ഇതൊരു കോളേജ് ലെവലിൽ പോലും ഇതിനേക്കാളും ഭേദമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പല സ്ഥലങ്ങളിലും കൊണ്ടുവച്ചിട്ട്. അപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്തെ പ്രശ്നം എന്താ? ഇയാളുടെ ഒരു ഇൻ്റലക്ച്വൽ ലെവൽ എന്ന് പറയുന്നത് അതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കായിരുന്നു, ഇയാൾക്ക് ഏറ്റവും നല്ല വൊക്കാബുലറിയാണ് എന്നുവെച്ചാൽ സംസാരം ആണല്ലോ ഇയാളുടെ ഏറ്റവും നല്ല ഒരു എടുത്. നിയമസഭയിലൊക്കെ ഇയാൾ ഹൈക്കോടതി വക്കീലുമായിരുന്നു. ഇയാളൊരു 3-4 കേസ് ഈ സർക്കാരിനെതിരെ എടുത്ത് ഹൈക്കോടതി പോയി വാദിച്ചിരുന്നെങ്കിൽ അയാളുടെ വില എവിടെ പോകുമായിരുന്നു? അയാളുടെ വില എന്തുമാത്രം ഉയരുമായിരുന്നു? കാരണം പിന്നെ MLA മാർക്ക് പോയി വാദിക്കാം. ഇപ്പോൾ കപിൽ സിബലൊക്കെ രാജ്യസഭ മെമ്പറല്ലേ, അയാൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസിൽ ഇയാൾ വാദിക്കാൻ പോയിട്ടുണ്ടോ? അപ്പോൾ ഇയാളെ നമ്മൾ വിമർശിക്കുന്നതിൻ്റെ കാരണക്കാരൻ ഇയാൾ തന്നെയാണ്. ഇയാളൊരു കാര്യക്ഷമമായ പ്രതിപക്ഷ നേതാവായിരുന്നെങ്കിൽ നമ്മളും ഇയാളെ പിന്തുണയ്ക്കാൻ നമ്മൾ നിർബന്ധിതനായാണ്. അപ്പോൾ ഈ സർവേ വളരെ ബോധപൂർവം സതീശൻ സാമ്പത്തിക സഹായം ചെയ്ത് നടത്തിയ സർവേ ആണെന്നാണ് താങ്കളുടെ അഭിപ്രായം? അല്ല, അതിനുള്ള സാധ്യത നമുക്ക് തള്ളാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഇയാൾ വലിയ തോതിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പണം ഒഴുക്കുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ പിന്നെ പൊതുമണ്ഡലത്തിൽ വളരെ വളരെ ശക്തമായി നിൽക്കുന്നുണ്ട്. ഇപ്പം തന്നെ അയാൾ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ പോയി, ഗൾഫിൽ പോയി. എന്താ വലിയ വില കൂടിയ ഷൂ ഒക്കെ ഇട്ട്, വലിയ കോട്ടുമൊക്കെ ഇട്ട്. അത് പുള്ളിയുടെ ഫേസ്ബുക്കിൽ ആ ലെവൽ എത്ര ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ഫേസ്ബുക്കിലൊക്കെ തരും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗൾഫിൽ പോയിട്ടുള്ള നേതാവ് ഇയാളായിരിക്കും. ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട്. എന്ന് മാത്രമല്ല
പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ക്യാമ്പയിൻ ഇയാൾക്കൊണ്ട് നടന്നുകൊണ്ടിരിപ്പുണ്ട് ഇപ്പം. അതിനകത്തല്ല നെക്സ്റ്റ് സി എം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അല്ലാതെ കാര്യകാരണമൊന്നും പറയാനില്ല. മനസ്സിലായി? അപ്പോൾ ആ നിലയിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇയാൾക്ക് വേണ്ടി നടക്കുന്നു. പിന്നെ യൂട്യൂബുകളെല്ലാം ഇയാൾ വിളിച്ച് കൊണ്ടെന്നുള്ള ആരോപണങ്ങൾ വരെയുണ്ട്. കഴിഞ്ഞ ദിവസം കുറേ യൂട്യൂബ് ചാനലുകാർ എറണാകുളത്തൊരു മുന്തിയ ഹോട്ടലിൽ കൂടിയിരുന്നു. കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് വലിയ ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. എന്തായാലും യൂട്യൂബിൽ വലിയ തോതിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അല്ല, അതിപ്പം സതീശിന് വേണ്ടി മാത്രമല്ലല്ലോ, ഗവൺമെന്റിന് അനുകൂലമായി ഇത്തരം ക്യാമ്പയിൻ നടക്കുന്നത്. അല്ലല്ല ഞാൻ പറഞ്ഞത്, പലതരത്തിൽ നടക്കും. അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഗവൺമെൻറ് അത് നടത്തും, അതിനകത്ത് തെറ്റില്ല. കാരണം ഗവൺമെൻറ് നടത്താനുള്ള പണവും കാര്യങ്ങളും അവർക്കുണ്ട്. ഇത് മാത്രമല്ല CPM ആണ് അതിൻ്റെ പുറകിൽ നിൽക്കുന്നത്, അതുകൊണ്ട് അവർ നടത്തും. പക്ഷെ പ്രതിപക്ഷത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സുസംഘടിതമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഉള്ളത് ഇയാൾ മുഖ്യമന്ത്രിയാവണം എന്നുള്ള നിലയിലുള്ള ക്യാമ്പയിൻ. അവിടെയാണ് എൻ്റെ സംശയം. ഞാൻ ആ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് VD സതീശൻ തനിച്ചാണോ അതോ കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം അദ്ദേഹത്തോടൊപ്പം ഉണ്ടോ? ഇല്ല, കോൺഗ്രസിനകത്തെ ഒരു വിഭാഗവും അയാളുടെ കൂടെ ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താ? അയാളുടെ കൂടെ ആരാണ് ഒരു നേതാവിനെന്ന് ചൂണ്ടിക്കാണിച്ചു തരാമോ കേരളത്തിൽ? അയാൾ 5 വർഷമായല്ലോ പ്രതിപക്ഷ നേതാവായിട്ട്. അയാളുടെ കൂടെ ഇപ്പം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരെ ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടെയുള്ളവരുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ചൂണ്ടിക്കാണിക്കാം. സതീശൻ്റെ കൂടെ ആരെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ആ എറണാകുളം DCC പ്രസിഡൻ്റ് അല്ലാതെ, മുഹമ്മദ് ഷിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളല്ലാതെ ഇയാളുടെ കൂടെ നിൽക്കുന്നതായിട്ട് ആരെങ്കിലും ഉണ്ടോ? കോൺഗ്രസ് അങ്ങനെ വന്നാൽ KC വേണുഗോപാലിനോട് ആരൊക്കെയാണുള്ളത് എനിക്ക് അറിഞ്ഞു. അല്ല, KC വേണുഗോപാലിൻ്റെ കൂടെ ആരുമില്ല. പക്ഷേ KC വേണുഗോപാലിൻ്റെ കൂടെ കുറച്ചാളുകളെങ്കിലും ഉണ്ടെന്ന് വേണേൽ പറയാം. അല്ല, ഒരു ദീപ്തി മേരി വർഗീസെന്നോ അല്ലെങ്കിൽ മാത്യു കൂടൽ നടന്നോ അല്ലെങ്കിൽ അനിൽ അക്കരയെന്നോ അങ്ങനെ ഒരു 5-6 പേരുടെ ഒരു പഴകുളം മധുവെന്നോ അല്ലെങ്കിൽ നെയ്യാറ്റിങ്കര സനലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരെ നമുക്ക് വേണേൽ കാണിക്കാം. അത്രയും പേരൊന്നും പോരാ അയാളുടെ കൂടെ. പക്ഷേ ഇയാളുടെ കൂടെ ആരാ ഉള്ളത്? ഞാനാരുടെയും പേര് കേട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി, എന്ന് മാത്രമല്ല KPCCക്ക് ഒരു കാരണവശാലും ഇയാൾ മുഖ്യമന്ത്രി എന്ന പ്രചരണം നടത്താൻ പറ്റില്ലല്ലോ. മനസ്സിലായി? 2, ഇയാൾക്ക് അനുകൂലമായൊരു 3-4 പേര് ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇയാളുടെ പ്രചരണം മുഴുവൻ ഇയാൾ നേരിട്ട് തന്നെ നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.